ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മെ നയിക്കുന്നതിനുള്ള ഒരു രഥമാണ് ഈ ശരീരം എന്ന് പറയുന്നത്. ഈ ശരീരത്തെ മുന്നോട്ട് നയിക്കാൻ ഇന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ 5, ഇങ്ങനെ ജ്ഞാനേന്ദ്രിയങ്ങൾ 5, കർമ്മേന്ദ്രിയങ്ങൾ 5, അങ്ങനെ 10 ഇന്ദ്രിയങ്ങളോട് കൂടിയതാണ് ഈ ശരീരമാകുന്ന രഥം. അതിൽ ജ്ഞാനേന്ദ്രിയങ്ങളാണ് ഏറ്റവും പ്രബലമായത്. അതാണ് നമ്മുടെ ഗതിയെ നിയന്ത്രിക്കുന്നത്. അങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകൾക്ക് നിയന്ത്രണമില്ലെങ്കിൽ നമ്മുടെ ജീവിതം വേണ്ടാത്ത വഴിയിൽ പോയി പല വിപത്തിലും പതിക്കേണ്ടതായി വരും. അതിനാൽ ഇന്ദ്രിയജയം നമുക്ക് ആത്മജ്ഞാനത്തിന് അനിവാര്യമായ ഘടകമാണ്. അതുകൊണ്ടൊരു കവി പറയുന്നു, ഇന്ദ്രിയാജയമില്ലായിൽ വിജ്ഞാനാദി വിദൂരമാം ആത്മപ്രശംസ ചെയ്തിടി അസൂയ പരദൂഷണം. ഇന്ദ്രിയാജയമില്ലായിൽ, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഒരു നിയന്ത്രണമില്ലെങ്കിൽ ആത്മബോധം വിദൂരത്തായിരിക്കും. വിജ്ഞാനാദി വിദൂരമാം, ആത്മജ്ഞാനം വിദൂരമായിരിക്കും ഇന്ദ്രിയജയം ഇല്ലെങ്കിൽ. അതുകൊണ്ട് നാം ഇന്ദ്രിയങ്ങളെ സ്വാധീനത്തിൽ വരുത്തണം. ഇന്ദ്രിയങ്ങൾക്ക് ജയമില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം ഏത് നിമിഷത്തിലും തകരാറിലാവുന്നതാണ്. നാവാകുന്ന ഇന്ദ്രിയത്തെ നാം നിയന്ത്രിച്ചില്ലെങ്കിൽ പല വിപത്തിലും നമ്മുടെ നാവ് വാക്കിൻ്റെ രൂപത്തിലും രസത്തിൻ്റെ രൂപത്തിലും പതിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് കണ്ണാകുന്ന ഇന്ദ്രിയങ്ങളാണ് പല വഴിയിലേക്കും നമ്മെ വലിച്ചു കൊണ്ടുപോയി വിപത്തിൽ ചാടിക്കുന്നത്. അതിനാൽ ഇന്ദ്രിയങ്ങളെല്ലാം തന്നെ 5 ഇന്ദ്രിയങ്ങളെ കൊണ്ട് 5 ജീവികൾ നശിക്കുന്ന വിധം ഭാഗവതത്തിൽ ഗുരുക്കന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. കണ്ണാകുന്ന ഇന്ദ്രിയം കൊണ്ട് നശിക്കുന്ന ഒരു ജീവിയാണ് പാറ്റ. തീയെ കത്തുന്നത് കണ്ട് അത് ഭക്ഷണത്തിനുള്ളതാണെന്ന് കരുതി അതിൽ ചെന്ന് തീയിൽ പോയി ചാടി ചാവുന്നു. ഗന്ധത്തിൽ ആകൃഷ്ടമായിക്കൊണ്ട് വണ്ട് മുള്ളിലൊക്കെ കോർക്കപ്പെട്ട് നശിക്കുന്നു. അതുപോലെ രസത്തിൽ മയങ്ങിക്കൊണ്ട് മത്സ്യം ചൂണ്ടയിൽ കുടുങ്ങി ചാകാനിട വരുന്നു. ശബ്ദത്തിൽ ആകൃഷ്ടമായിക്കൊണ്ട് മാനാവട്ടെ ആ വേട്ടക്കാരുടെ തോക്കിന് ഇരയായിത്തീരുന്നു. ആനയാണെങ്കിൽ സ്പർശം കൊണ്ട് നശിക്കുന്ന ഒരു ജീവിയാണ്. തൻ്റെ ഇണയോടുകൂടി സഞ്ചരിക്കുമ്പോൾ കുണ്ടും കുഴിയോ ഒന്നും ശ്രദ്ധിക്കാതെ വാരിക്കുഴിയിൽ വീണ് അസ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. അങ്ങനെ ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധാദികൾക്ക് അടിമപ്പെട്ട് ഓരോ ജീവികളും നശിക്കുന്നു. എന്നാൽ മനുഷ്യനാകട്ടെ 5 ഇന്ദ്രിയങ്ങൾക്കും അടിമയാണ്. അതിനാൽ മനുഷ്യൻ എത്ര ബൃഹത്തായ നിലയിലാണ് പതനം കിടക്കുന്നത് എന്ന് നാം ശ്രദ്ധയോടുകൂടി വീക്ഷിച്ച് നാം ഒരിക്കലും ആ വാരിക്കുഴിയിലൊന്നും ചാടാതെ സ്വതന്ത്രമായി വർത്തിക്കാൻ, ആ ആത്മബോധത്തോടുകൂടി ജീവിക്കാൻ പരിശ്രമിക്കേണ്ടതാണ്. അതിനാൽ ഇന്ദ്രിയാജയമില്ലായിൽ വിജ്ഞാനാദി വിദൂരമാം ആത്മപ്രശംസ ചെയ്തിടി അസൂയ പരദൂഷണം. ആത്മപ്രശംസ, താൻ തന്നെ ഒരിക്കലും പ്രശംസിക്കരുത്. അത് അസൂയ, പരദൂഷണം എന്നിവയ്ക്ക് തുല്യമാണ് തൻ്റെ കഴിവുകളെ താൻ തന്നെ പ്രശംസിക്കുന്നത്. തൻ്റെ കഴിവുകളെ താൻ തന്നെ പ്രശംസിക്കുകയും അതിനെ പൊക്കിക്കാണിക്കുകയും അത് മറ്റുള്ളവരുടെ കഴിവിനെ തൃണവൽഗണിക്കുകയും ചെയ്യുന്നത്. അതാണ് ആത്മപ്രശംസ. പരദൂഷണത്തിനും അതുപോലെ അസൂയയ്ക്കും സമാനമാണ്. അതുകൊണ്ട് സ്വന്തം കഴിവുകളെ നാം തന്നെ ഒരിക്കലും പുകഴ്ത്തരുത്.
ഇന്ദ്രിയാജയമില്ലായിൽ വിജ്ഞാനാതിവിദൂരമാം ആത്മപ്രശംസ ചെയ്തിടി നസൂയ പരദൂഷണം.